ഹായ് ഓൾ, വെൽക്കം ടു എയ്സ് കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതലാണ് KCS ആക്ട് ആൻഡ് റൂൾസിന്റെ പഠനം ആരംഭിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ KCS ആക്ട് ആൻഡ് റൂൾസ് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ബൃഹത്തായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു പാർട്ടാണ്. ഇപ്പൊ കോപ്പറേറ്റീവ് മേഖലയിലെ എക്സാം, ഏതൊരു എക്സാം എടുത്താലും അവിടെ KCS ആക്ട് ആൻഡ് റൂൾ ഉണ്ട് അല്ലെ. ഇപ്പൊ CSEB എക്സാം ആയിക്കോട്ടെ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കുന്ന KCS ആക്ട് ആൻഡ് റൂൾ വരുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ സബ്ജക്റ്റുകളെ കുറിച്ച് ആക്ട് ആൻഡ് റൂൾസ് വരുന്നുണ്ട്, ജനറൽ കോർപ്പറേഷൻ വരുന്നുണ്ട്, പിന്നെന്താണ് ബാങ്കിങ് വരുന്നുണ്ട്, അക്കൗണ്ടൻസി വരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷ്, GK, മാത്സ് ഒക്കെ വരുന്നുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികളോട് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് ആക്ട് ആൻഡ് റൂൾസ് നമ്മൾ നന്നായിട്ട് പഠിക്കണം. കാരണം ഇത് പഠിച്ചാൽ നമുക്ക് മാർക്ക് പോവില്ല അല്ലെ. നമ്മുടെ ആ സിലബസിനുള്ളിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ 110 സെക്ഷനും 201 റൂളും പഠിച്ചെടുത്താൽ കാര്യം എന്താണ്, അവിടെ നിന്നുള്ള ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. ഒരുപാട് നമ്മൾ സംസാരിച്ച സമയം കളയുന്നില്ല. ഇന്ന് ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ് ആണ്. ഓക്കെ, ഒരു ഇൻട്രഡക്ഷൻ. കാരണം ഇന്ന് നമ്മൾ സെക്ഷനോ റൂളോ ഒന്നും നോക്കുന്നില്ല, ഇതിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ക്ലാസ്സസ് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാം. KCS ആക്ട് ഈസ് ആക്ട് 21 of 1969 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെക്കുക? 1969 21ാമത്തെ ആക്ട് ആണ് KCS ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് KCS ആക്ടിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോപ്പറേറ്റീവ് ലോ, ഇന്ത്യൻ കോപ്പറേറ്റീവ് ലോയും കേരളത്തിലേക്കുള്ള ആ ഒരു സഹകരണ നിയമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളല്ല, അത് നമ്മൾ മറ്റൊരു ക്ലാസ് എടുക്കുന്നതാണ്. ഇന്ന് നമ്മൾ ആക്ട് ആൻഡ് റൂൾ KCS ആക്ട് 1969 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്താണ്. എല്ലാവരും ഓർത്ത് വെച്ചേ, നോക്കി എന്താ പറയുക, ആക്ട് 21 of 1969 1969 21ാമത്തെ ആക്ട് ആണ് KCS ആക്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റിൽ പറയുന്ന മക്കളെ എന്താണ് പറയുക, KCS ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. ആക്ട് കേട്ടോ, ആക്ടും റൂളും പഠിക്കാനുണ്ട് അല്ലെ, വകുപ്പും ചട്ടവും പഠിക്കാനുണ്ട്. വകുപ്പ് സെക്ഷൻ ആക്ടിൽ വരുന്നു, പിന്നെ ചട്ടം റൂളിൽ തന്നെ വരുന്നു അല്ലെ. അപ്പൊ നോക്കിയേ, KCS ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ അല്ലെ എന്താണ് 15/5/1969 കേട്ടോ. 15/5/1969 KCS ആക്ട് നിലവിൽ വരുന്നത്. എന്നാണ് മക്കളെ, 15/5/1969. ഇനി KCS റൂള് വരുന്ന എന്നാണ്, ചട്ടം വരുന്നത് എന്നാണ് നോക്കിയേ, അത് 14/7 അല്ലെ. 14/7/1969 KCS റൂൾസ് നിലവിൽ വരുന്നത്. KCS റൂൾസ് നിലവിൽ വരുന്നത് എന്താണ്, 14/7/1969. ആക്ട് വരുന്നത് 15/5/1969. അപ്പൊ നമുക്കറിയാം 110 സെക്ഷൻ, ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് എത്രയാണ്? 110 സെക്ഷൻ പഠിക്കണം. 110 കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഈശ്വര ഇത്രയും പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കഥകൾ പോലെ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ് KCS ആക്ടും റൂളും. അത് രണ്ടും കേട്ടോ, രണ്ടും നമുക്ക് കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് അങ്ങ് പഠിച്ചു പോയാൽ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. 110 സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് റൂൾസ് എത്രയാണ്? 201 റൂളും ഉണ്ട് കേട്ടോ. 201 ചട്ടവും 110 വകുപ്പും. അപ്പം ഇതിനെ നമ്മൾ പാഠങ്ങൾ ചാപ്റ്റർ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ചാപ്റ്റർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 110 സെക്ഷനെ, 110 സെക്ഷൻ ഞാൻ പറഞ്ഞു, 110 വകുപ്പുണ്ട്. അതിനെ നമ്മൾ 16 ചാപ്റ്റർ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈക്വൽ ആയിട്ടല്ല, 110 ഡിവൈഡ് ബൈ 16 എന്നല്ല. ഓരോ ചാപ്റ്ററിലും എന്താണ്, ചില ചാപ്റ്ററിൽ കൂടുതൽ സെക്ഷൻ കാണാം, ചിലതിൽ എന്താണ് വളരെ പേരിന് മാത്രം 1-2 സെക്ഷനൊക്കെ കാണുകയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. there are 16 chapter in KCS ആക്ട് കേട്ടോ. ഇപ്പൊ ആക്ടിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? ആക്ടില് 16 ചാപ്റ്ററും റൂളിൽ എത്രയാണ്? 15 ചാപ്റ്റർ. നിങ്ങൾ തന്നെ ഓർമ്മ സാറേ, 110 സെക്ഷന് 16 ചാപ്റ്റർ, 201 റൂളിന് 15 ചാപ്റ്റർ മതിയോ? മതി കേട്ടോ. അങ്ങനെ സംശയം മാറി പോകരുത്. നമ്മൾ ഓർക്കും കൂടുതൽ വരുന്ന ഇതായതുകൊണ്ട് 16 ചാപ്റ്റർ റൂളിലാണെന്ന് ഓർക്കരുത്. 16 ചാപ്റ്റർ സെക്ഷനും അല്ലെ ആക്ടിലും 15 ചാപ്റ്റർ KCS റൂളിലുമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി എങ്ങനെയാണ് ആക്ടും റൂളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത് അല്ലെ. ആക്ടും റൂളും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ദ ആക്ട് ഈസ് ടു ബി എനാക്റ്റഡ് ബൈ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആക്ട് പാസ്സാകുന്നത് എങ്ങനെയാണ്? നിയമസഭയിലാണ് അല്ലെ. എല്ലാവരും കൂടെ ബഹളമൊക്കെ വെച്ചായിരിക്കും ഇത് പാസ്സാക്കി എടുക്കുക. അതുകൊണ്ട് തന്നെ ആക്ട് എപ്പോഴും പാസ്സാകാൻ ബുദ്ധിമുട്ടല്ലേ. കാരണം നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും അവിടെ എതിർപ്പുകൾ വരും അല്ലെ. നമ്മളൊരു കാര്യം അവിടെ അവതരിപ്പിക്കുമ്പോൾ പല ഭാഗത്തു നിന്നല്ലേ പ്രതിപക്ഷം അതിനെ എതിർക്കും അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരില്ലേ. ഇപ്പൊ ഓർത്ത് വെക്കുക, നിയമസഭയിലാണ് ആക്ട് പാസ്സാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്ടിനാണ് പ്രാധാന്യം. എന്തിനാണ് പ്രാധാന്യം ആക്ടിനാണ്. ദ ആക്ട് ഈസ് ടു ബി എനാക്റ്റഡ് ബൈ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നുണ്ട്. പിന്നെ റൂള് ഫ്രെയിം ചെയ്യുന്നത് എളുപ്പമാണ്. റൂൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. കാരണം ആക്ട് പാസ്സാകുന്ന അത്രയും ബുദ്ധിമുട്ടില്ല. കാരണം എന്താണ്, റൂള് ഫ്രെയിം ചെയ്യുന്നത് അനത് ഗവൺമെന്റ് ആണ്.
ആരാണ് റൂൾ ഫ്രെയിം ചെയ്യുന്നത്? റൂൾ ആർ ടു ബി ഫ്രെയിംഡ് ബൈ ദി ഗവൺമെന്റ്. കേട്ടോ, ആ ഗവൺമെന്റ് ആണ് ആക്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ. പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ചില കാര്യങ്ങൾ ആക്ടിൽ പറയുമ്പോൾ എന്താണ് അത്രത്തോളം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ, ചില ക്ലാരിറ്റി കുറവുണ്ട്. അപ്പൊ അതൊക്കെ റൂള് പാസ്സായിക്കൊണ്ട് ആ ഒരു ക്ലാരിറ്റി ഒക്കെ എന്താണ് ഓക്കെ ആയിക്കൊണ്ട് വരും. ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. പുറത്തു നോക്കുക, റൂള് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ആക്ട് പാസ്സാക്കുന്നത് നിയമസഭയും റൂള് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെന്റ് ആണെന്ന് ഓർത്ത് വെച്ച്. എന്തിനു വേണ്ടിയാണ്? ടു ഇംപ്ലിമെന്റ് ദ പ്രൊവിഷൻ ഓഫ് ദി ആക്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ പറഞ്ഞു റൂള് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഇപ്പൊ ഗവൺമെന്റിന് അങ്ങനെ റൂള് ഫ്രെയിം ചെയ്യാൻ അധികാരം നൽകുന്നത്, പവർ നൽകുന്നത് സെക്ഷൻ 109 ആണെന്ന് ഓർത്ത് വെച്ചു. അതാ പറയുക, ദ ഗവൺമെന്റ് ഹാവ് ദ പവർ ടു ഫ്രെയിം റൂൾസ്. ഗവൺമെന്റ് ആണ് റൂള് ഫ്രെയിം ചെയ്യാനുള്ള അധികാരം. അത് ഏത് സെക്ഷൻ പ്രകാരമാണ്? 109ാമത്തെ സെക്ഷൻ ആണ്. അവിടെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന് റൂള് പാസ്സാക്കാൻ അധികാരം നൽകുന്ന അല്ലെങ്കിൽ പവർ നൽകുന്ന സെക്ഷൻ 109 ആണെന്ന് ഓർത്തേക്ക്. ഓക്കെ, 109 ആണെന്ന് ഓർത്ത് വെച്ചേക്കും. നിങ്ങൾ പഠിക്കണം, ഷെഡ്യൂളുകളും അപ്പൻഡിക്സുകളും ഉണ്ട് കേട്ടോ. ഷെഡ്യൂളുകളും ഉണ്ട്, അപ്പൻഡിക്സുകളും ഉണ്ട്. എന്തൊക്കെയാണ്? ഷെഡ്യൂളും ഉണ്ട്, അപ്പൻഡിക്സും ഉണ്ട്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അത് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. SS എന്ന് പഠിച്ചാൽ മതി. ആണോ? എന്താണ് പഠിക്കേണ്ടത്? SS ഷെഡ്യൂൾ സെക്ഷനുമായിട്ട് SS എന്ന് പഠിച്ചാൽ മതി. അപ്പൊ അപ്പൻഡിക്സ് എന്താണ്? അപ്പൻഡിക്സ് AR എന്ന് പഠിച്ചാൽ റൂൾ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഷെഡ്യൂൾ സെക്ഷനോടൊപ്പം അപ്പൻഡിക്സ് എന്താണ്? റൂളിനോടൊപ്പമാണെന്ന് പഠിക്കുക കേട്ടോ. ഷെഡ്യൂൾ സെക്ഷൻ 2-ൽ 3 വീതമുണ്ട്. അതാണ് പറയുക, ദ നമ്പർ ഓഫ് ഷെഡ്യൂൾ അറ്റാച്ച്ഡ് ടു കേസസ് ആക്ടിലേക്കാണ് ഷെഡ്യൂൾ എന്ത് ചെയ്തിരിക്കുന്നത്? അറ്റാച്ച് ചെയ്തിട്ടുള്ളത് 3 3 ഷെഡ്യൂളും അതുപോലെ തന്നെ എന്താണ് റൂളിനോടാണ് അപ്പൻഡിക്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള 3 അപ്പൻഡിക്സും ഉണ്ടെന്ന് ഓർത്ത് വെച്ചു. അപ്പൊ ഷെഡ്യൂൾ 1-ൽ എന്താണെന്ന് നോക്കാം അല്ലെ. ഷെഡ്യൂൾ 1-ൽ പറയുകയാണ്, നോക്കിയേ, എന്താണ്? ലിസ്റ്റ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ടു വിച്ച് അപ്പോയിന്റ്മെന്റ്സ് ആർ ഡൺ ത്രൂ PSC. നമുക്കറിയാം അപ്പെക്സ് സംഘത്തിലേക്കും സെൻട്രൽ സംഘത്തിലേക്കൊക്കെ എന്താണ് അപ്പോയിന്റ്മെന്റ് നടത്തുന്ന PSC എക്സാം വഴിയാണ് അല്ലെ. PSC എക്സാം എഴുതിയാൽ മാത്രമേ നമുക്കിവിടെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കേരള ബാങ്ക്, KS കാർഡ്, കേര ഫുഡ്, മാർക്കറ്റ് ഫുഡ് ഒക്കെ തുടങ്ങിയ സംഘങ്ങളിലേക്ക് കേരള PSC ആണ്. അവിടെ CSEB എക്സാം ബോർഡ് അല്ല. അപ്പോൾ ഏതൊക്കെ സംഘങ്ങളിലേക്കാണ് അല്ലെ, ഏതൊക്കെ അപ്പെക്സ് ആൻഡ് സെൻട്രൽ സംഘങ്ങളിലേക്കാണ് PSC വഴി അപ്പോയിന്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ് ഷെഡ്യൂൾ 1-ൽ പറയുന്നത്. എന്താണ് ഷെഡ്യൂൾ 1? ലിസ്റ്റ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി to which appointments are done through PSC. അപ്പൊ എന്താണ്? മനസ്സിലായി, ഷെഡ്യൂൾ 1 മനസ്സിലായി. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഷെഡ്യൂൾ 2 ആണ് കേട്ടോ. ഷെഡ്യൂൾ 2-ൽ പറഞ്ഞ എന്താണ്? സഹകരണ തത്വങ്ങളെ കുറിച്ചാണ്. ഷെഡ്യൂൾ 2-ൽ പറയുന്നത് സഹകരണ തത്വങ്ങൾ. നമുക്ക് 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ പഠിക്കാനില്ലേ? ആ തത്വങ്ങളെ കുറിച്ചാണ് ഷെഡ്യൂൾ 2-ൽ പറയുക. സെക്ഷൻ 2 ECC-ലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 2 ECCC, ഈ 3 C. അടുത്ത ഷെഡ്യൂൾ 3 ആണ്, ടൈം ലിമിറ്റ് ആണ്. സെക്ഷൻ 69(4). അതായത് ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് മോണിറ്ററി ധനപരമായ തർക്കങ്ങളും അല്ലാതെ നോൺ മോണിറ്ററി ധനപരമല്ലാത്ത തർക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ധനപരമായ തർക്കങ്ങളൊക്കെ നമ്മൾ എപ്പോൾ ഫയൽ ചെയ്യണം എന്നുള്ള ടൈം ലിമിറ്റിനെ കുറിച്ചാണ് ഷെഡ്യൂൾ 3 പറയുക. അത് നമ്മൾ ആ ഒരു വകുപ്പൊക്കെ പറയുമ്പോൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരും. ഏതൊക്കെയാണ് ധനപരമായ തർക്കം, ഏതൊക്കെയാണ് ധനപരമല്ലാത്ത തർക്കം, ധനപരമായ തർക്കമാണെങ്കിൽ കേസും കൊണ്ട് ആരുടെ അടുത്ത് പോകണം, അതിനെതിരെ വിധി വന്ന അപ്പീൽ, അങ്ങനെ കുറെ കാര്യം പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ടൈം ലിമിറ്റ് എന്ന് ഓർത്താൽ കേട്ടോ. ഷെഡ്യൂൾ 3 എന്താണ്? ടൈം ലിമിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത അപ്പൻഡിക്സ് 1. അപ്പൻഡിക്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? റൂളുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പൻഡിക്സ് റൂളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അപ്പൻഡിക്സ് 1-ൽ പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്ററുകളെ കുറിച്ചാണ് കേട്ടോ. എന്താണ് രജിസ്റ്റേഴ്സ്? അപ്പൻഡിക്സ് 1 എന്നാണ് രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്ററുകളാണ് അപ്പൻഡിക്സ് 1-ൽ. അപ്പൻഡിക്സ് 2-ൽ എന്താണ്? ഫോമുകളാണ് കേട്ടോ. ഫോമുകൾ നമുക്ക് 39 ഫോമിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ റൂൾ 2F-ലാണ്. റൂൾ 2F-ലാണ് ഫോമുകളെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് അപ്പൻഡിക്സ് 1 എന്താണ്? രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റേഴ്സ് ആണ്. രജിസ്റ്റേഴ്സ് ഏതൊക്കെയെന്നാണ് അപ്പൻഡിക്സ് 1-ൽ പറയുക. അപ്പൻഡിക്സ് 2-ൽ പറഞ്ഞ ഫോമുകളെ കുറിച്ചാണ്. 39 ഫോമുകൾ പഠിക്കണം. റൂൾ 2F-ലാണ് ഫോമിനെ കുറിച്ച് അവിടെ ഡിഫൈൻ ചെയ്യുക. ഇനി അപ്പൻഡിക്സ് 3-ൽ പറഞ്ഞ എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി. സഹകരണ സംഘങ്ങളെ അവിടെ ക്ലാസിഫൈ ചെയ്യുകയാണ് അല്ലെ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാഫ് പാറ്റേണിന്റെ അടിസ്ഥാനത്തിൽ വേരിയസ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ നമ്മൾ അവിടെ എന്താണ് അവിടെ ക്ലാസിഫൈ ചെയ്യുകയാണ്. സെക്ഷൻ 80-ലെ 3A ഗവൺമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് പഠിക്കാനുണ്ട്. രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് റൂൾ 15 പ്രകാരം. പ്രിൻസിപ്പൽ ഒബ്ജക്റ്റിന്റെ ബൈലോയുടെ അടിസ്ഥാനത്തിലാണ് നടത്തുക. ഓഡിറ്റർ ക്ലാസിഫൈ ചെയ്യാനുണ്ട്. പിന്നെന്താണ് നമ്മുടെ ഗവൺമെന്റും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് സെക്ഷൻ 83AA പറയുന്നത് കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ്
ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ക്ലാസ്സിൽ, വളരെ ചെറിയൊരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എന്നും നമ്മൾ ഏസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ എന്നും പുതിയ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വളരെ നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.